വർഷ അച്ഛമ്മയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറയാണ്. ചന്ദ്രമതി 2 ലക്ഷം രൂപ വാങ്ങിച്ചതും ശരത്തിനെ പുറത്താക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങിച്ചതും അതുപോലെ തന്നെ അത് കാണുന്നില്ലെന്നും പറഞ്ഞ് രേവതിയുടെ മേലെ ചുമ്മാ പഴിയിട്ടതും അതിനുശേഷം ആ പൈസ കണ്ടെത്തിയെന്നും ഉള്ള കാര്യങ്ങളെല്ലാം വർഷ വിളിച്ച് അച്ഛമ്മയോട് പറയാണ്. അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, ശരത്തിനെ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി അവൾ പോയപ്പോൾ തന്നെ എന്നെ വിളിക്കാൻ എന്താ? എങ്കിൽ പിന്നെ അവളുടെ കൈയും കാലും തല്ലുപിടിച്ചിട്ടാണെങ്കിലും ആ കേസിൽ നിന്ന് ഞാൻ പിൻവലിച്ചേനല്ലോ എന്ന് പറയാണ്. ഇതിപ്പോൾ കാശ് മേടിച്ചല്ലേ അവൾ ഇമാതിരി പണി കാണിച്ചത് എന്ന് പറയുമ്പോൾ അത് പിന്നെ ആൻറ്റി 5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണമെന്ന് അങ്ങൾ പറഞ്ഞപ്പോൾ അത് പിന്നെ സച്ചേട്ടന് തിരിച്ചു കൊടുത്തു എന്ന് പറയാണ്. എങ്കിലും അവള് ചെയ്തത് വല്ലാതെ ചെയ്തായി പോയില്ലേ? എല്ലാവരും കൂടി അവള് ചെയ്തതിനൊക്കെ മിണ്ടാതിരുന്നോ? അത് പിന്നെ അമ്മ ഇവിടുന്ന് ഇറങ്ങി ബ്രാഹ്മണന്റെ വീട്ടിൽ പോയി താമസിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ ആർക്കും ഒന്നും പറയാൻ വയ്യായിരുന്നു എന്ന് പറയുമ്പം എന്തിനാ പറയുന്നത്, എന്തിനാ ചോദിക്കുന്നത്? അവളെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയെങ്കിലേ പിന്നീട് ഒരിക്കലും അവളെ ആ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ലായിരുന്നു എന്ന് അച്ഛമ്മ പറയുമ്പം അത് പിന്നെ ഇത് ആൻറ്റിയുടെ വീടല്ലേ, നാഴികയ്ക്ക് 40 വട്ടം ആൻറ്റി പറയാറുണ്ട് ഇത് എൻ്റെ വീടാ, എല്ലാവരും ഇറങ്ങിപ്പോവാൻ. അവസാനം ഒരു എഗ്രിമെൻ്റ് കൂടി വെച്ചു. ഇനി ഒരിക്കലും രേവതി ചേച്ചിയുടെ അമ്മയോ അനിയനോ സഹോദരങ്ങളോ ഒന്നും ഈ വീട്ടിലേക്ക് കയറാൻ പാടില്ലെന്ന്. അതുകൊണ്ടാ ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാ ആൻറ്റി ഇങ്ങോട്ടേക്ക് തിരികെ കയറി വന്നത്. ഇവിടെ ആകെപ്പാടെ നല്ല വിഷയമാണ്, എല്ലാവരും പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛമ്മയൊന്ന് വന്നിരുന്നെങ്കിലേ എല്ലാം വന്ന് തണുത്തേനെ എന്ന് പറയുമ്പം ഇവിടെ ഇപ്പോൾ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കാം മോളെ. എന്തായാലും മോൾ വിളിച്ചതല്ലേ, നാളെ ഉറപ്പായും ഞാൻ അവിടെത്തും. പിന്നെ ഞാൻ വരുന്ന കാര്യം ആരോടും നീ പറയണ്ട കേട്ടോ, രഹസ്യമായിട്ട് തന്നെ ഞാൻ വന്നോളാം. വന്നിട്ട് ചന്ദ്രയുടെ കുഴപ്പമൊന്നും ഞാൻ മാറ്റിക്കൊടുക്കാം എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്രമതിക്ക് ഒരു പണി കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് വർഷ. ശേഷം അച്ഛമ്മ പിറ്റേ ദിവസം തന്നെ അവിടുന്ന് വണ്ടി കയറുന്നുണ്ട് കേട്ടോ. ഈ സമയം ചന്ദ്രയാണെങ്കിലോ രാവിലെ മുതൽ തന്നെ രേവതിയോട് നല്ല കലിപ്പിലാണ്. രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാനതിന് എന്ത് ചെയ്യാനാ? അച്ഛനല്ലേ പറഞ്ഞത് ക്യാഷ് തിരികെ തരണമെന്ന്. അല്ലെങ്കിൽ തന്നെ അമ്മ കാണിച്ചത് വളരെ മോശമായി പോയില്ലേ? അമ്മയ്ക്ക് വേണമെങ്കിൽ 2 ലക്ഷം രൂപ ഞങ്ങളോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ, ഞങ്ങൾ തന്നേനല്ലോ ആ കേസ് ഒഴിവാക്കാനായിട്ട്. അല്ലാതെ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പോൾ വെറുതെ വക്കീലിന് കൊണ്ടായി 3 ലക്ഷം രൂപ കൊടുത്തില്ലേ? അയാൾ 5 ലക്ഷമാണ് ചോദിച്ചത്. ഞങ്ങൾ എങ്ങനെയൊക്കെ അത് ഉണ്ടാക്കിയെന്ന് അമ്മയ്ക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പം നിന്റെ അനിയൻ കാണിച്ച തെമ്മാടിത്തരത്തിന് അത് കൂടുതലൊന്നും അല്ലടി, കുറഞ്ഞു പോയി. അവനെ ജയിലിലാക്കേണ്ടതായിരുന്നു. പിന്നെ പരാതിയില്ലെന്നും പറഞ്ഞ് ഞാൻ പോയി ഒപ്പിട്ട് കൊടുത്തുപോയി. അല്ലെങ്കിൽ രവിയേട്ടൻ ആ 5 ലക്ഷം രൂപ തിരിച്ചു ചോദിച്ചപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ പോയി വീണ്ടും കേസ് കൊടുത്തേനെ എന്ന് പറയാണ്. അമ്മേ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അവൻ മോഷ്ടിക്കാനല്ല, ശരിക്കും അമ്മയോട് അന്ന് പ്രതികാരം കിട്ടാനാ അവൻ അങ്ങനെ ചെയ്തത്. അതും മറ്റു പലരും അവനെ തൂണ്ടിവിട്ടിട്ടാ അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് പറയുമ്പം പിന്നെ അവൻ ഇല്ലുള്ള കുഞ്ഞാണല്ലോ, മറ്റുള്ളവരെ പറഞ്ഞത് കേട്ട് അഹങ്കരിക്കാനായിട്ട്. അമ്മേ ആന്റണി എന്ന് പറഞ്ഞ ആ റൗഡി സച്ചിയേട്ടൻ്റെ ശത്രുവാണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. പല രീതിയിലും ഞങ്ങളെ ഉപദ്രവിക്കാൻ അയാളെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് വണ്ടി ആക്സിഡന്റ് ഉണ്ടാക്കിയതും അയാൾ തന്നെയാ. അന്ന് ഇവിടെ പല പല പ്രശ്നങ്ങളും അയാൾ കാരണം ഉണ്ടാകുന്നുണ്ട്. എല്ലാം സച്ചേട്ടനുള്ള വൈരാഗ്യത്തിൻ്റെ പേരിലാണ്. എൻ്റെ അനിയനെയും അവൻ ഇത്രയും കാലം പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. അവനെ കൊണ്ട് ഓർന്നൊക്കെ ചെയ്യിപ്പിച്ചതും അവൻ തന്നെയാ എന്ന് പറയുമ്പം നീയും നിൻ്റെ ഒരു സച്ചിയും എല്ലാണോ ഇറങ്ങിക്കോ ഇവിടുന്ന്, അതാ നല്ലത്. നിന്നെയൊക്കെ കണി കൊണ്ട് ഉണർന്നാലേ അന്നത്തെ ദിവസം എൻ്റെ പോക്ക എന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് വാതുക്കെ അച്ഛമ്മോടെ നിൽക്കുകയായിരിക്കും കേട്ടോ. ഒരക്ഷരം പോലും മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അമ്മേ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും അമ്മക്ക് സന്തോഷത്തോടെ ഇരുന്നൂടെ? എല്ലാം കഴിഞ്ഞില്ലേ? എങ്ങനെ കഴിഞ്ഞടി? എനിക്ക് കിട്ടിയ 2 ലക്ഷവും പിന്നെ എൻ്റെ മോള് ശ്രുതി അവൾ തന്ന 3 ലക്ഷവും കൂട്ടിയാ നിനക്കൊക്കെ ഞാൻ അങ്ങോട്ട് തന്നത്. ആ പൈസ അത് ഒരു കാലത്ത് ഞാൻ മറക്കില്ല എന്ന് പറയുമ്പം അമ്മേ ഞാൻ ആ പൈസ തിരികെ തന്നേക്കാം, ഞങ്ങൾക്ക് ആ കാശിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ 5 ലക്ഷം രൂപ അവിടെ നിന്നൊക്കെ കടം മേടിച്ചതാ, അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരികെ കൊടുത്തോളാം. അമ്മ ആ കാശ് വാങ്ങിച്ചോ എന്ന് പറയുമ്പം വേണ്ട എന്ന് ഉറക്കെ അച്ഛമ്മ പറയാണ്. ഇത് എവിടെ നിന്നാണ് ആ ഒരു അശരീരിന്നോർത്ത് ചന്ദ്രയും നമ്മുടെ രേവതിയും കൂടി ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അച്ഛമ്മേനെയാണ്. അച്ഛമ്മയെ കണ്ടപാട് ചന്ദ്ര ചാടി എഴുന്നേൽക്കുന്നുണ്ട്. രേവതിയുടെ മുഖം പെട്ടെന്ന് തെളിയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചന്ദ്രയുടെ മുഖത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഒന്നുകൂടി കടന്നൽ കുത്തിയതുപോലെ ആവുകയാണ് കേട്ടോ. അവള് നന്നായെന്ന് പേടിച്ച് വിറയ്ക്കുന്നുണ്ട്.
അച്ഛമ്മ കൊണ്ടുവന്ന സഞ്ചിയൊക്കെ കൊണ്ടുവന്ന ഹാളില് സെറ്റിലോട്ട് വെച്ചിട്ട് നിനക്ക് എന്താടി വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര അയ്യോ ഒന്നുമില്ല അച്ഛമ്മേ, ഞങ്ങള് ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും കേട്ടിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ശരത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നതും നീ കംപ്ലൈന്റ് കൊടുത്തതും വക്കീൽ നിങ്ങളെ പറ്റിച്ചതും നീ വക്കീലിനോടുന്ന് 2 ലക്ഷം മേടിച്ചതും അത് തിരികെ കൊണ്ടുവന്നതും മോഷണം പോയതും ഈ ഒന്നും അറിയാത്ത ഇവളെ കള്ളിയാക്കിയതും എല്ലാം ഞാൻ അറിഞ്ഞടി എന്ന് പറയാണ്. അത് പിന്നെ അമ്മ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിയും. നീ എന്താ കരുതിയത്? നീ ഇവിടെ കിടന്ന് അഴിഞ്ഞാടിയാല് അതൊന്നും ആരും അറിയില്ലെന്നോ? എല്ലാം ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് പിന്നമ്മേ എന്ന് പറയുമ്പം മിണ്ടി പോവരുത്. നീ ഒറ്റ എഴുത്തിയാ ഇതിനെല്ലാം കാരണക്കാരി എന്ന് പറയുമ്പം അമ്മേ അത് പിന്നെ വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ഒരക്ഷരം പോലും നീ മിണ്ടി പോവരുത്. നീ ഒറ്റ എഴുത്തിയാണ് ഈ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സർവത്രാത കൊള്ളായ്മയ്ക്കും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി. അമ്മേ അവൻ ചെയ്തത് അപ്പൊ ശരിയാണോ? എന്റെ പക്കൽ നിന്നും ആ പൈസ മോഷ്ടിച്ചോണ്ട് പോയില്ലേ, അതും നടു റോഡിൽ വെച്ച്. അത് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവനത് ചെയ്യാനുണ്ടായ കാരണം എന്താ? ഒരാളെ കൊല്ലുന്നത് തെറ്റ് തന്നെയാ, പക്ഷെ അതിന് ഉള്ള കാരണം കാണുമല്ലോ. ആ കാരണവും കേട്ടാണല്ലോ ജഡ്ജി അവന് വിധി വിധിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ ഇതും. നീ ബൈക്ക് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അവൻ എന്തുമാത്രം ഹരാസ് ചെയ്തു. ഈ വീട്ടിൽ ചെന്നപ്പോൾ കള്ളാന്ന് വിളിച്ച് അവനെ അടിച്ച് പുറത്താക്കിയില്ലേ? അവനും ഒരു പയ്യനല്ലേ, ഒരു പുരുഷനല്ലേ? അവൻ ഇതൊക്കെ കേട്ട് എങ്ങനെ സഹിക്കും? അതുകൊണ്ടാ അവൻ റിയാക്ട് ചെയ്തത്. അതിന് ഒരു കുറ്റവും പറയാനില്ല. പോട്ടെ, അത് നിന്റെ മരുമകളുടെ അനിയനാണെന്നെങ്കിലും നിനക്കൊന്ന് കൺസിഡർ ചെയ്യാന്നല്ലോ. നിന്റെ മകനാണെങ്കിലോ 50 ലക്ഷം രൂപയും കൊണ്ട് ഒളിച്ചോടി പോയവനല്ലേ? അതിന് നീ ഇന്നേ വരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ശരത്തെന്ന് പറഞ്ഞ ചെറുക്കൻ 1 ലക്ഷം രൂപ തിരികെ കൊണ്ട് തന്നില്ലേ? നിന്റെ മകൻ കൊണ്ട് തന്നോ? പിന്നെ നീ ആ പേരും കള്ളി. നീയും നിന്റെ മോനും കൂടിയിട്ട് രേവതിയുടെ സ്വർണം കട്ടുവിറ്റ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അതൊന്നും ഞാൻ അറിയാതിരിക്കുകയല്ല. എന്നിട്ട് നിനക്ക് നാണം ഉണ്ടോടി അവന്റെ പേരിൽ കേസ് കൊടുക്കാൻ? അങ്ങനെയാണെങ്കിൽ നിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കാൻ പോവാ. ഞാന് എന്റെ കൊച്ചുമരുമകൾക്ക് കൊടുത്ത സ്വർണം നീയും നിന്റെ മകനും കൂടി കട്ടുവിറ്റു എന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് നിന്റെ മകനും ജയിലിൽ കിടക്കാം എന്താ വേണോ എന്ന് ചോദിക്കാണ്. അയ്യോ അമ്മേ അത് എന്ന് പറയുമ്പം എന്താടി അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? 5 ലക്ഷം രൂപയുടെ സ്വർണം കൊണ്ട് വിറ്റ് 50 ലക്ഷം രൂപ സ്വർണം ഓടിച്ചോണ്ട് പോയിട്ട് നിനക്കൊന്നും ഒരു കേസും ഇല്ല. ആ 1 ലക്ഷം രൂപ അവന് നിന്നോടുള്ള പ്രതികാരത്തിന് ചെയ്തതാണെന്നും നിനക്ക് മനസ്സിലായി. എന്നിട്ടും നീ അവന്റെ പേര് കേസ് എടുക്കണമല്ലേ? അതെല്ലാം പോട്ടെ, നീ കേസ് കൊടുത്തു. എങ്കിലും ഇവളും ഇവളുടെ അമ്മ അനിയത്തെല്ലാമെന്ന് കാല് പിടിച്ചതല്ലേ? എന്നിട്ടെങ്കിലും നീ സമ്മതിച്ചോ? ഒടുവിൽ 2 ലക്ഷം രൂപയും കൊണ്ടെന്ന് ആ വക്കീൽ എന്നപ്പം നീ അതിലേക്ക് മുന്നിയും കുത്തി വീണല്ലടി എന്ന് ചോദിക്കാണ്. ദൈവം ഒരുത്തിന് മേലുണ്ടെന്ന് പറഞ്ഞതേ ശരിയാ, അതുകൊണ്ടാ ആ കാശ് നിനക്ക് ഉതകാതെ പോയത്. അപ്പൊ തന്നെ അത് മോഷണം പോയെന്ന് പറഞ്ഞ ഞാനും അത് നീ ഇവളെ കള്ളിയാക്കേ. അതിനുശേഷം ആ പൈസ കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടുകാരെല്ലാം എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞല്ലോ. 5 ലക്ഷം രൂപ നീ ഇവർക്ക് കൊടുക്കേണ്ടി വന്നു. അതെന്തിനാണ് തിരിച്ചു മടിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അമ്മേ ഞാൻ തിരിച്ചു ചോദിച്ചില്ല. ഞാനേ ഇവിടെ നിൽക്കാൻ നിന്നിട്ട് കുറെ നേരായി. എല്ലാം ഞാൻ കേട്ടു. രേവതി, ഒരു കാരണവശാലും ആ 5 ലക്ഷം രൂപ നീ തിരികെ കൊടുക്കണ്ട. നീ എവിടെ നിന്നൊക്കെ അത് കടം വാങ്ങിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു. മര്യാദയ്ക്ക് ആ പൈസ എല്ലാം കൊണ്ട് കൊടുത്ത് കടം വിടാൻ നോക്ക്. അല്ലാതെ ഇവക്ക് തിരിച്ചു കൊടുത്ത് ഇവളെ അങ്ങ് സുഖിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്കാ ഫ്രോഡാ ഇവള്. എല്ലാ ഫ്രോഡ് പണിയും കാണിച്ചിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പം അവളൊന്നും മിണ്ടാതെ അവിടെ നിൽക്കാതിരിക്കും. എന്താടി നിന്റെ വായിൽ നാക്കിറങ്ങിപ്പോയോ? രേവതിയോട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് നിനക്ക് ഞെളിഞ്ഞു നിൽക്കാൻ തോന്നുന്നുണ്ടല്ലോ. നാണമില്ലല്ലോ നിനക്ക്? നീ പ്രസവിച്ച നിന്റെ മകൻ തന്നെയല്ലേ സച്ചി? അവന്റെ ഭാര്യയല്ലേ ഈ പെൺകുട്ടി? നിനക്ക് മരുമക്കളെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പിന്നെ പറയായിരുന്നു നീ അമ്മായിമ്മ പോലും കൊണ്ടാണെന്ന്. പക്ഷേ ബാക്കി 2 പേരും നിനക്ക് ഇഷ്ടം, ഇവളെ മാത്രം ഇഷ്ടമില്ലെന്ന് പറഞ്ഞതേ അത് കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിക്കാണ്. അതെങ്ങനാ? പ്രസവിച്ച് പാല് കൊടുത്ത് വളർത്തിയ സ്വന്തം മോനെ പോലും നിനക്ക് പിടിക്കില്ല, പിന്നെയല്ലേ അവന്റെ ഭാര്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല, നിനക്ക് എന്ത് അവകാശം ഉണ്ടായിട്ടാ എൻ്റെ രേവതി മോളെ നീ കള്ളിയാക്കിയത്? അത് പിന്നമ്മേ അന്ന് ആ വീട്ടില് രേവതി മാത്രമേ വന്നുള്ളൂ. അതുകൊണ്ടാ ഞാൻ രേവതിയെ മിണ്ടിപ്പോകരുത്. നീ എന്താ
ഇവക്ക് ചെല്ലനും കൊടുത്ത് വളർത്തുവാണോ? അല്ലല്ലോ. ഇവളെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാ ജീവിക്കുന്നത്, അല്ലാതെ നിന്നെ പോലെ ഇവിടെ വെറുതെ ചൊറിയും കുത്തി ഇരിക്കുകയല്ല. ഇവള് പുറത്തിറങ്ങിപ്പോയി 4 കാശ് സമ്പാദിക്കുന്നുണ്ട്. അതിൻ്റെ വില എന്താണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവളെ കക്കാനും മോട്ടിക്കാനൊന്നും പോയില്ല. അതെല്ലാവർക്കും അറിയാം, നിനക്കും അറിയാം. എന്നിട്ടും രേവതിയെ മനഃപൂർവ്വം നീ കള്ളിയാക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. രേവതി അവിടെ നിന്ന് സങ്കടപ്പെടുമ്പം നീ എന്തിനാ പെണ്ണെ സങ്കടപ്പെടുന്നത്? അപ്പോഴേ വാ തുറന്ന് 2 വർത്താനം അങ്ങോട്ട് പറയണ്ടേ? ഞാൻ കണ്ടിട്ടില്ലെന്ന്. എന്നിട്ട് ഒന്നും മിണ്ടാതിരുന്നിട്ട് നീ ഇപ്പം എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? വെറുതെ കരയാൻ നിന്നാലേ അതിന് മാത്രം നേരം കാണുള്ളൂ. നമ്മളെ ആരെങ്കിലും മനഃപൂർവ്വം നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കാൻ വന്നാലേ തിരിച്ചു ചെയ്തോണം, അല്ലാതെ വായും പോത്തി മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. മനസ്സിലായോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, അല്ല അവനവിടെ നിന്റെ ഭർത്താവ് രവീന്ദ്രൻ. അപ്പോഴേക്കും രവി കുളിച്ചിട്ട് ഇറങ്ങി വരായിരിക്കും. അമ്മയോ? ഇത് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയല്ലോ. അമ്മ എന്താ അമ്മ ഇവിടെ എന്ന് ചോദിക്കാണ്. എന്താടാ, ഞാൻ നിനക്ക് മുന്നേറെ പത്രികയൊക്കെ വെച്ചിട്ട് വേണം വരാനായിട്ട്. അയ്യോ അമ്മ നല്ല ചൂടിലാണല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, പ്രതീക്ഷിക്കാതൊരു വരവ് പറയാതൊരു വരവ്. എന്താ പറ്റിയെന്നാ ചോദിച്ചത്. നീ ഒന്നും മിണ്ടണ്ട, നീയല്ലേ ഈ വീട്ടിലെ ഗൃഹനാഥൻ. എന്നിട്ട് ഇവിടെ ഇത്രയൊക്കെ സംഭവം ഉണ്ടാകുന്നത് നിന്റെ പിടിപ്പുകേടല്ലേ? അമ്മേ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാണെന്നോ? മിണ്ടിപ്പോകരുത്. നീ എൻ്റെ മകൻ തന്നെയാണോടാ? നിന്റെ ഭാര്യ ഇവിടെ കിടന്ന് അഴിഞ്ഞാടുന്നത് നീ കണ്ടില്ലേ? നീ അല്ലേ ഈ പെൺകൊച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നിന്റെ മകന്റെ ഭാര്യയായിട്ട്? അപ്പൊ അവളെ വേദനിപ്പിക്കാൻ നോക്കേണ്ടതും നിന്റെ കടമയല്ലേ? ഇവിടെ വന്നിട്ട് ഇവൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്തിനാടാ ഇവളെ എല്ലാവരും കൂടി ഇങ്ങോട്ട് ദ്രോഹിക്കുന്നത്? ആ പാവം കരയുന്നത് നിങ്ങളാരും കാണുന്നില്ലേ? അത് പിന്നെ അമ്മേ, ഞാൻ മിണ്ടിപ്പോകരുത്. നിന്റെ ഒരു ഭാര്യ രേവതിയെ കള്ളിയാക്കിയതും 5 ലക്ഷം രൂപ ചോദിച്ചതൊന്നും നീ അറിഞ്ഞില്ലേടാ എന്ന് ചോദിക്കുമ്പം അമ്മേ, എല്ലാം ഞാൻ അറിഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇവളുടെ വീടാന്ന് പറഞ്ഞ് ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഒന്നുകിൽ രേവതിയും സച്ചി ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ പോവാണെന്ന്. അപ്പോഴാ ഇവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയത്. അങ്ങനെ ഇറങ്ങിപ്പോയവളെ തിരിച്ചെന്തിനാണ് ഇങ്ങോട്ടേക്ക് കയറ്റിയത്? അത് പിന്നെ ഇത് ഇവളുടെ വീടല്ലാമേ എന്ന് ചോദിക്കുമ്പം അച്ഛമ്മ പറയുന്നുണ്ട്, ആര് പറഞ്ഞു? ഈ ഒരു സ്ഥലം മാത്രമേ അവളുടെ അച്ഛൻ തന്നുള്ളൂ. നിന്റെ വേർപ്പിന്റെ ഫലമാണ് ഈ കാണുന്ന വീട്. അതെന്താ പറയാത്തത്? ഇത് 2 പേരുടെയും പേരിൽ എത്രയും പെട്ടെന്ന് ആക്കിക്കോണം. അല്ലെങ്കിൽ ഇവക്കതിന് സമ്മതമല്ലെങ്കിൽ നീ അങ്ങ് പോരെ എൻ്റെ കൂടെ വീട്ടിലേക്ക്. നിനക്കവിടെ ഇഷ്ടം പോലെ സ്വത്തുണ്ട്, അത് നിനക്കറിയാലോ. നീ എൻ്റെ ഒരേ ഒരു മകനാ. ആ കാണുന്ന സ്വത്തുക്കളുടെ അവകാശം നീയാ എന്ന് പറയുന്നുണ്ട് ചന്ദ്രയോട്. എന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട്, കുറെ നാളായി ഞാനും കേൾക്കുന്നുണ്ട്, നിന്റെ വീടാന്നും പറഞ്ഞുകൊണ്ട് നിന്റെ ഒരു അഹങ്കാരം. അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി, എൻ്റെ അടുത്ത് വിളച്ചിടക്കണ്ട. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായമ്മേ എന്ന് പറയുന്നുണ്ട്. അല്ല രേവതി, നിനക്കെന്താ കച്ചവടത്തിന് പോകണ്ടായിരുന്നോ? രേവതി അപ്പം ചന്ദ്ര ഇങ്ങനെ നോക്കാണ്. എന്താടി ഇവളെന്താ ഇന്ന് കച്ചവടത്തിന് പോകാഞ്ഞത്? അത് പിന്നമ്മേ, ഇന്നിവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. എന്ത് പണി? രാവിലെ എഴുന്നേറ്റ് ഇവൾ എല്ലാ ജോലിയും ചെയ്യുന്നതാണല്ലോ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് എന്ത് പണിയാണുള്ളത്? രേവതി, എന്ത് പണി ചെയ്യാനാ ഇവള് പറഞ്ഞത്? അത് പിന്നെ ഷെൽഫിലുള്ള സാധനങ്ങളെല്ലാം പറക്കി തുടച്ച് കഴുകി വൃത്തിയാക്കണമെന്ന് പറഞ്ഞു. പിന്നെ പഴയ നിലവിളക്കും അങ്ങനത്തെ സ്റ്റോർ റൂമിലുള്ള സാധനങ്ങളെല്ലാം പറക്കി വൃത്തിയാക്കാൻ പറയായിരുന്നു എന്ന് പറയുമ്പം, ഓഹോ, അപ്പൊ മനഃപൂർവ്വമായിട്ട് അവൾക്ക് പണി കൊടുത്ത് നീ അവളെ പറഞ്ഞുവിടാതിരുന്നതല്ലേ? അല്ല, നീ എന്നിട്ട് ജോലി തുടങ്ങിയോ? ഇല്ലമ്മേ, ജോലി ഞാൻ തുടങ്ങാൻ പോവാ. എല്ലാം എടുത്തു വെച്ചു. എങ്കിലേ ആ തുണിയും ആ സാധനം എല്ലാം കൂടി നിന്റെ അമ്മായിമ്മയുടെ കയ്യിലേക്ക് കൊടുത്തേ. അയ്യോ അമ്മ, ഞാനോ? അയ്യമ്മ, ഞാനോ? എന്താടി നിനക്ക് ചെയ്താല് വളയൂരി പോവോ? എങ്കിൽ ഞാനൊന്ന് കാണട്ടെ. നിനക്കിവിടെ വേറെ ഒരു തൊഴിലും ഇല്ലല്ലോ. രാവിലെ എണീച്ച് ചുമ്മാ തിന്നും കുടിച്ച് ഇരിക്കുകയല്ലേ. പിന്നെ ഈ മരുമോളെ കുറ്റം പറഞ്ഞും മോനെ കുറ്റം പറഞ്ഞും ഇവിടെ നിന്ന് സന്തോഷിച്ചോണ്ടിരിക്കുകയല്ലേ. എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെ ചീർത്ത് നീ പൊട്ടിപ്പോകും എന്ന് പറയാണ്. മനുഷ്യനായാലേ അധ്വാനിച്ച് വേണം ആഹാരം കഴിക്കാൻ, അല്ലാതെ 24 മണിക്കൂറും ചുമ്മാ ഇങ്ങനെ കുത്തിയിരുന്നോണ്ടല്ല. രേവതി, എത്രയും പെട്ടെന്ന് തന്നെ പൂവിക്കാൻ പോയിക്കോ. ചന്ദ്രേ, പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തേ എന്ന് പറയാണ്. രവി, നീ എനിക്ക് കുറച്ച് വെള്ളം എടുക്ക്, ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ റൂമിലേക്ക് കയറാണ്. ഈ സമയം ചന്ദ്ര ആകെപ്പാടെ കലിപ്പിച്ച് നുള്ളി നിൽക്കായിരിക്കും. അച്ഛമ്മ പറഞ്ഞുകൊണ്ട് തന്നെ രേവതി സന്തോഷമായിട്ട് പൂവിക്കാനായിട്ട് പോകുന്നുണ്ട്. രവി വന്ന് ചന്ദ്രയുടെ തിരിക്കാണ്. എൻ്റെ പൊന്നു ചന്ദ്രേ, നിനക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഇപ്പൊ കണ്ടില്ലേ, ആ പാവം പെങ്കൊച്ചിന് പണി കൊടുക്കാൻ നോക്കിയിട്ട് നിനക്ക് ഇതിനെ പണി കിട്ടിയില്ലേ?
ദേ മിണ്ടിപ്പോകരുത്. നിങ്ങളും നിങ്ങളുടെ ഒരു അമ്മയും. അമ്മ വരുമ്പം എന്തൊരു സ്നേഹ അമ്മയോട്. അപ്പം പിന്നെ ഞാൻ ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് കണ്ണിന് കാണില്ലല്ലോ. എൻ്റെ ചന്ദ്രേ, മക്കള് 3 വളരെ തലയ്ക്ക് മുകളിലെത്തിയുണ്ടാ ഞാൻ നിന്നെ കൈനീട്ടി അടിക്കാത്തത്. അല്ലാതെ ധൈര്യമില്ലാഞ്ഞിട്ടല്ല, അത് വേണ്ടെന്ന് വെച്ചിട്ടാ. 3 മക്കളുടെ അമ്മയല്ല നീ, എൻ്റെ ഭാര്യ. ഇത്രയും വലിയ മക്കളായി, മരുമക്കളായി. അതുകൊണ്ടാ ഞാൻ നിന്നെ തല്ലണ്ടെന്ന് വെച്ചിരിക്കുന്നത്. നിന്റെ കയ്യിലിരിപ്പിനെ എല്ലാ ദിവസവും 3 നേരം ഓരോന്ന് കിട്ടിയാലും ഒരു കുഴപ്പമില്ല. അത്രയ്ക്ക് സ്വഭാവമാണ് നീ കാണിച്ചു കൂട്ടുന്നേ. ആ രേവതിയോടും സച്ചിയോടും നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഈ വീട്ടില് സമാധാനമൊക്കെ ഉണ്ടാക്കാൻ കയറി വന്നതേ രേവതിയല്ല, അത് നീ തന്നെയാ. നിന്റെ ഒറ്റയാൾ കാരണമാണ് ഈ വീട്ടിലെ പ്രശ്നം. നീ ഒന്ന് വായു അടച്ച് മിണ്ടാതിരുന്ന് നോക്കിക്കേ, ഈ വീടൊരു സ്വർഗമായിരിക്കും. സ്വർഗം. ആ പെൺകുട്ടി എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലാവരും അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഈ വീടൊരു സ്വർഗം പോലെ കൊണ്ടുപോകേണ്ടതാ. അപ്പോഴല്ലേ നിന്റെ കുത്തിത്തിരിപ്പും അഹങ്കാരവും. നീ കാരണം തന്നെയാ എല്ലാം സംഭവിക്കുന്നത് എന്ന് പറയാണ്. അപ്പോഴേക്കും കുളിയെല്ലാം കഴിഞ്ഞ് അച്ഛമ്മ അങ്ങോട്ട് വന്നു. ഇതുവരെ കഴിഞ്ഞില്ലേ നിന്റെ ജോലി? അതേ തീരാറായച്ചമ്മേ. ആ, എല്ലാം നന്നായി തെളിയണം. പിന്നെ ഇന്ന് വൈകിട്ട് എന്താ ഫുഡ്? അത് രേവതി വന്നിട്ടുണ്ടാക്കും. രേവതി വന്നിട്ടോ? അവൾ എത്ര മണിക്കാണ് രവി വരുന്നത്? അതൊരു 5 മണി 5:30 ആവുമേ. രാവിലെ എണീറ്റ് എല്ലാ ജോലിയും തീർത്ത് പൂക്കച്ചവടത്തിന് പോയിട്ട് തിരികെ 5 മണിക്ക് വന്ന് വീണ്ടും അവള് അത്താഴത്തിനുള്ള ഉണ്ടാക്കണം അല്ലേ? കഷ്ടം തന്നെ. ഈ വീട്ടില് നിന്റെ ഭാര്യ എന്തെടുക്കാടാ? നിനക്കൊന്ന് സഹായിക്കാലോ. പിന്നെ ബാക്കി 2 മരുമക്കളും മക്കളും ഒക്കെ എവിടെ? അവരെല്ലാരും ചുമ്മാ തിന്നും കുടിച്ച് നടക്കുന്നത് മാത്രമാണോ? കഴിച്ച പ്ലേറ്റ് പോലും കഴുകാറില്ലേ? കഴിഞ്ഞ തവണ കൂടി ഞാൻ പറഞ്ഞിട്ട് പോയതാണല്ലോ, എന്നിട്ടും ആർക്കും ഒരു മാറ്റമില്ലല്ലേ എന്ന് ചോദിക്കാണ്. ശ്രുതിയും വർഷയും ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിക്കാം. വർഷ പിന്നെ രേവതിയെ സഹായിക്കാറൊക്കെയുണ്ട്, ക്ലീൻ ചെയ്യാനും അടുക്കളയിലൊക്കെ പതിയെ ഇപ്പം രേവതിയുടെ കൂടി അവളും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ശ്രുതി ആയിരിക്കും ഒന്നും ചെയ്യാത്തതല്ലേ? അമ്മായിമ്മയുടെ പുന്നാരം കിട്ടവള് നടക്കല്ലേ? ഇന്നിങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്ര അവിടെ കുത്തിയിരുന്നതെല്ലാം ചെയ്ത് മടുത്തിട്ടോ. വൈകുന്നേരം ആയപ്പം അച്ഛമ്മ പറയാണ്, അതെ വൈകിട്ട് എനിക്കൊരു സദ്യ വേണം, അതും ചന്ദ്രയുടെ കൈകൊണ്ട്. അയ്യോ അമ്മേ, രാത്രി സദ്യയോ? അതിനെന്താ, രാത്രി സദ്യ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലമ്മേ, ഇത്രയും ഉണ്ടാക്കണ്ടേ? അതിന് ഞാൻ പറഞ്ഞല്ലോ, പായസം കൂട്ടി നല്ല ഊണ് കഴിക്കണം. എല്ലാം നീ തന്നെ റെഡിയാക്കണം. ഇപ്പൊ തന്നെ അടുക്കളയിലേക്ക് കയറിക്കോ. രേവതി അങ്ങോട്ടേക്ക് സഹായിക്കാൻ വരില്ല. രേവതിയെ കൊണ്ട് എനിക്ക് വേറെ ചില ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനും രേവതിയും ആ ജോലിയിലേക്ക് പോകും. വൈകുന്നേരം 8 മണിയാകുമ്പം ഇവിടെ സദ്യ റെഡിയായിരിക്കണം, മനസ്സിലായല്ലോ എന്ന് പറയാണ്. നിങ്ങളുടെ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ തേച്ചിച്ച സാധനം എല്ലാം കൊണ്ട് അകത്ത് അടുക്കി വെക്കാണ്. വൈകുന്നേരം രേവതി വന്ന് അടുക്കളയിലേക്ക് കയറാൻ തുടങ്ങുമ്പം അച്ഛമ്മ ചോദിക്കാണ്, അല്ലേ എങ്ങോട്ടാ? പിന്നെ അത്താഴത്തുള്ളതൊക്കെ നോക്കണ്ട അച്ഛമ്മേ. വേണ്ട, നിനക്ക് പൂവ് കിട്ടാനില്ലേ? അത് ഞാൻ രാത്രി നിന്ന് കെട്ടിക്കോളാം. രാത്രി ഞാനൊരു 12 മണി വരെ പൂവ് കിട്ടാറുണ്ട്. പിന്നെ നീ എപ്പോഴാ വച്ചേ ഉറങ്ങുന്നത്? ഒന്നും വേണ്ട, നീ ബാ എൻ്റെ മുറിയിലേക്ക് വന്നിരിക്കേ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന് പൂവ് കെട്ടാം. കുറെ കാര്യം ചോദിക്കാനും ഉണ്ട് എന്നും പറഞ്ഞ് രേവതിയെ കൂട്ടിക്കൊണ്ട് പോവാണ്. അയ്യോ അച്ഛമ്മേ, അപ്പൊ അത്താഴവോ? ആ നിന്റെ അമ്മായിയും ഇന്ന് നോയിക്കോളും എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. അമ്മ എന്താ അടുക്കളയില്? അവളില്ലേ രേവതി? അതെ, അച്ഛമ്മ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛമ്മയോ? ആ, അച്ഛമ്മ വന്നിട്ടുണ്ട്. മോളെ എന്നെ ഒന്ന് സഹായിക്കോ? ദേ കണ്ടോ, ആ സദ്യ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുക. അയ്യോ ഞാൻ ഇപ്പോഴേ ഓർത്തേ, എനിക്ക് ഒരു ക്ലയന്റ് ഉണ്ട്. ഈ രാത്രിക്കോ? ആ, ഇതേ ഒരു മാരേജിന്റെ റിസപ്ഷൻ ഫംഗ്ഷനാ. അതിന് വൈകുന്നേരം മേക്കപ്പ് ചെയ്യണം. ഞാൻ കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി വന്നാമേ, ഞാൻ ഇപ്പൊ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി എന്തോ എടുത്തുകൊണ്ട് അവള് തിരിച്ചിറങ്ങുമ്പം ശ്രുതിയും വരുന്നുണ്ട്. അവനെയും കൂട്ടി പുറത്തേക്ക് പോവാണ്. എന്താ ശ്രുതി, എന്താ കാര്യം? എൻ്റെ പൊന്നു ശ്രുതി, അച്ഛമ്മ വന്നിട്ടുണ്ട്, എന്നെ ഇട്ട് പണി ചെയ്യിപ്പിക്കും. ബാ നമുക്ക് പോകാം, നമുക്കൊരു സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഒരു 10 മണിയാകുമ്പോൾ ഇവിടെ വന്നാൽ മതി. അപ്പോഴേക്കും അച്ഛമ്മ ഉറങ്ങും എന്നും പറഞ്ഞുകൊണ്ട് അവർ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ഈ സമയം വർഷ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ആൻറ്റി ഇത്? ആൻറ്റി ആണെന്ന് പാചകം എന്ന് ചോദിക്കുമ്പം ഈ നടന്ന സംഭവമൊക്കെ പറയാണ്. അപ്പം അച്ഛമ്മ വന്നതും അച്ഛമ്മ പണി തുടങ്ങിയതും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. വർഷമോളെ ഒന്നെന്നെ സഹായിക്കോ? അയ്യോ ആൻറ്റി, ഞാൻ പകൽ മുതൽ ജോലി ചെയ്ത് ഒത്തിരി ടയർഡായി, ആണ്ട് തന്നെ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നേരെ വർഷ നമ്മുടെ അച്ഛമ്മയും രേവതിയുള്ള മുറിയിലേക്ക് ചെല്ലാണ്. എന്നിട്ട് വർഷ പറയാണ്,
ആൻറ്റിക്ക് നല്ല പണി കൊടുത്തല്ലേ അച്ഛമ്മേ? ആ കൊടുത്തു, അവൾ താഴെ ജോലിയല്ലേ? അതെ അതെ, ഇങ്ങനെ തന്നെ വേണം. ഈ ചേച്ചിയിട്ട് എന്തോരം കഷ്ടപ്പെടുത്തിന്നറിയോ? അവരുടെ വീട്ടുകാരും പാവം അമ്മയും അനിയത്തിയെല്ലാം വന്ന് അമ്മയുടെ കാല് വരെ പിടിച്ചു. എന്നിട്ട് പോലും ആൻറ്റി സമ്മതിച്ചില്ല. എന്നിട്ട് കാശ് മേടിച്ച് കള്ളത്തരം പറഞ്ഞ് കേസ് പിൻവലിച്ചിട്ട് എന്തൊക്കെ നാടകമായിരുന്നറിയോ? എന്നിട്ട് ചേച്ചിയെ കള്ളിയാക്കുന്നു. എന്തൊക്കെ പ്രകടനമായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, തിരികെ കയറി വരുന്നു. സത്യം പറഞ്ഞാലേ നല്ല ഒലക്കിയെടുത്ത് തലക്കെട്ടെണ്ണം കൊടുക്കാനാ തോന്നിയത്. ആ സ്വഭാവമായിരുന്നു അച്ഛമ്മേ. എന്തായാലും അച്ഛമ്മ ഇനി ഒരാഴ്ചയോടെ നിൽക്കണം. അമ്മേനെ ശരിക്ക് പാഠം പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ എന്തായാലും അവിടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക മോളെ. ഒരു 2 ദിവസത്തേക്ക് ഞാനിവിടെ കാണും. ആ സമയം മതി, അവളെ ഞാനൊന്ന് ഉടച്ചെടുത്തോളാം. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, അപ്പോൾ വർഷേ നീയാണോ വിളിച്ചെല്ലാം പറഞ്ഞു കൊടുത്തത്? അതെ, ഞാൻ തന്നെയാ പറഞ്ഞത്. പിന്നെ ചേച്ചി പറയോ അതോ സച്ചിയിടം പറയോ? ആരും പറയില്ലല്ലോ. അങ്ങനെ വിട്ടാൽ പറ്റില്ല. ആൻറ്റി എന്തുമാത്രം ചേച്ചി കുടുംബത്തെ ഉപദ്രവിച്ചു. അതുകൊണ്ട് തന്നെയാ അച്ഛമ്മ ഞാൻ വിളിച്ചു വരുത്തിയത്. അമ്മയെ വരച്ചു വരെ നിർത്തണമെങ്കിലേ അത് അച്ഛമ്മയെ കൊണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാ. മോള് വിഷമിക്കണ്ട. ഈ 2 ദിവസം കൊണ്ട് അവളെ പാഠം പഠിപ്പിക്കാൻ എനിക്കറിയാം. അവൾ പിന്നെ ഒരു മാസത്തേക്ക് രേവതിയുടെ നേരെ തിരിയാത്ത വിധം ഞാൻ ആക്കിക്കോളാം. അല്ല, ആ ശ്രുതി എന്തിയേ? അച്ഛമ്മേ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ശ്രുതി ചേച്ചിയും ശ്രുതിയും കൂടി കാറിൽ പോകണുണ്ട് തിരികെ. ഇവിടെ വന്നിട്ട് പോയതാവാനാണ് സാധ്യത. അച്ഛമ്മ ഉണ്ടെന്ന് അറിഞ്ഞ് രണ്ടുപേരും മുങ്ങിയതായിരിക്കും. അവളും വരട്ടെ, അവക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല, അവക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? വർഷ പറയാണ്, ഉണ്ടെന്ന അച്ഛമ്മേ എനിക്ക് തോന്നുന്നത്. ആ വീഡിയോ ലീക്കാക്കിയത് ഈ വീട്ടിൽ തന്നെയുള്ള ആരവാണ്. അത് സുധിച്ചേച്ചല്ലാതെ വേറെ ആരും ചെയ്യില്ല. സച്ചിൻ്റെ ഫോൺ പോലും അന്ന് കാണാതെ പോയി. അതിലൊക്കെ എനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും ഞാൻ ആളെ ഉടൻ തന്നെ പിടികൂടും. ആരത് ലീക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയണമെന്നും വർഷ പറയാണ്. രേവതി പറയാണ്, വേണ്ടച്ചമ്മേ, പ്രശ്നത്തിനൊന്നും പോകണ്ടാന്ന് നീയാണ് തീരുമാനിക്കുന്നത്. ഇങ്ങനെ പമ്മി ഇരുന്നാലേ എല്ലാരും വന്ന് തലേ കയറും. എൻ്റെ കൊച്ചുമോൻ്റെ മരുമകളാ നീ, ഭാര്യയാ നീ. എന്നെ പോലെ നല്ല തൻ്റെടം വേണം നിനക്ക്. മനസ്സിലായോ നിനക്ക്? നീയാണ് ഇനി അടുത്ത ഈ വീട് നോക്കേണ്ട ആള്. അതുകൊണ്ട് എല്ലാം എന്നെപ്പോലെ തന്നെ നീ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. മനസ്സിലായോ? ഇനി ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അച്ഛമ്മ 2 ദിവസം കൊണ്ട് നമ്മുടെ ചന്ദ്രനെ നല്ല പാഠം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രയും വർഷയും രേവതിനെ കൂടിയിട്ട് നമ്മുടെ ചന്ദ്രയല്ല, അച്ഛമ്മയും വർഷയും രേവതിനെ കൂടിയിട്ട് ചന്ദ്രനെ ഇക്ഷ എണ്ണ വരപ്പിക്കുന്നുണ്ട്. അതൊക്കെ നല്ലൊരു എപ്പിസോഡ് കേട്ടോ വരാൻ പോണത്. ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിൽ മുടങ്ങാതെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനൽ മുടക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.